ഈ കോട്ടയം ജില്ലയിൽ ഇത് തന്നെയാണ് യു ഡി എഫിലെ വിഷയം. ജോസഫ് ഗ്രൂപ്പ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ തന്നെ 2 കൗൺസിലർമാരെ തികച്ച് വിജയിപ്പിക്കാൻ പറ്റാത്ത പാർട്ടിയാണ് ഇപ്പോൾ ഈ കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ ഓടി നടന്ന് സീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് രഹസ്യമായിട്ട് നമ്മളോട് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ജോസഫ് വിഭാഗത്തിന് പത്തനംതിട്ടയിൽ ആളുണ്ടോ സുജു ഈ സീറ്റൊക്കെ ചോദിക്കാൻ? ജോസഫ് വിഭാഗത്തിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. കാരണം ഇപ്പോൾ മുമ്പ് വിക്ടർ ടി തോമസ് അറിയും, ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ അധ്യക്ഷനായിരുന്ന തിരുവല്ലയിൽ നിന്ന് 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വിക്ടർ ടി തോമസ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJPയുടെ നേതാവായി മാറിക്കഴിഞ്ഞു. അങ്ങനെ പല ആളുകളും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ട്. എന്നിരുന്നാൽ പോലും ജോസഫ് ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്ന അവർക്ക് സാമുദായികമായിട്ടും ചില തരത്തിലുള്ള ഘടകങ്ങളിലും അവർക്ക് സ്വാധീനമുണ്ടെന്നാണ്. ഇവിടെ പത്തനംതിട്ടയിൽ 16 ഡിവിഷനിലുള്ള കഴിഞ്ഞ തവണ 16 ഡിവിഷനിൽ 15 സീറ്റിലും UDF മത്സരിക്കുന്നു, പുളിക്കീഴ് കോൺഗ്രസ് മത്സരിക്കുന്നു, പുളിക്കീഴ് മാത്രമാണ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ കലഞ്ഞൂരോട് 1 ഡിവിഷനിലൂടെ കൂടുതലായിട്ട് വന്നപ്പോൾ തങ്ങൾക്ക് 1 സീറ്റൂടെ ആവശ്യം വേണമെന്നാണ് ജോസഫ് ഗ്രൂപ്പ് മുമ്പോട്ട് വെക്കുന്നത്. എന്നാൽ ഇത് കോൺഗ്രസ് പാടെ തള്ളുകയാണ്. ഇപ്പോൾ UDFിൽ മാത്രമല്ല പ്രതിസന്ധി, കോൺഗ്രസിനുള്ളിലും വലിയ തർക്കങ്ങളുണ്ട്. ഇപ്പോൾ മൈലപ്പുറ പഞ്ചായത്തിൽ INTUC നേതാവ് DCC അധ്യക്ഷൻ്റെ വാക്കിന് പുല്ലുവില കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. INTUC പ്രവർത്തകർ അവർ സ്വതന്ത്രമായി DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറയുന്ന സ്ഥാനാർത്ഥിക്കപ്പുറത്തേക്ക് മറ്റ് ചില സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുകയാണെന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ നടന്ന സമരങ്ങളിൽ ജയിലിൽ പോയ വനിതാ നേതാക്കളെ ഉൾപ്പെടെ തഴഞ്ഞുകൊണ്ടാണ് ഈ മൈലപ്പുറയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ മുമ്പോട്ട് പോകുന്ന വലിയ ആരോപണമുണ്ട്. അടൂരിലും കോൺഗ്രസ് വലിയ തർക്കമാണ്. അവിടെയും സീറ്റ് വിഭജനവും ഒന്നും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്ന കഴിഞ്ഞ 10 വർഷം തുടർഭരണമായിരുന്നു. എന്തുകൊണ്ടാകാം, എന്തായാലും അവരുടെ സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല മത്സരിക്കാൻ. പലയിടത്തും അത് വനിതാ സംവരണ വാർഡുകളിൽ മഹിളാ കോൺഗ്രസ് നിർജ്ജീവമാണ്. അത്തരം സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമ്പോൾ അത് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും ചെയ്യുന്നു. അതുപോലെ യൂത്ത് കോൺഗ്രസിനും കാര്യമായി പരിഗണന കിട്ടുന്നുള്ള വലിയ ആക്ഷേപമാണ്. അന്നേരം പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിനും UDFിനും സീറ്റ് വിഭജനവും അതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആൻ്റണി MP സതീഷ് കൊച്ചുപറമ്പിലും മാധ്യമങ്ങളെ കാണുമ്പോൾ മുനിസിപ്പാലിറ്റികളിലെങ്കിലും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയത്. ആകപ്പാടെ 4 മുനിസിപ്പാലിറ്റി ഉണ്ട്, പക്ഷേ അതുപോലും അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആദ്യഘട്ടം മാത്രമാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ സീറ്റ് വിഭജനത്തിൽ തർക്കത്തിൽ തുടരുകയാണ് UDF. മറുഭാഗത്ത് LDF വലിയ ആത്മവിശ്വാസത്തിന് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു കടം കൂടെ പറയാം. കാരണം 2010 53 ഗ്രാമപഞ്ചായത്തിൽ 40 ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് UDF ആയിരുന്നു. എന്നാൽ 15-20 എത്തുമ്പോൾ 53 ഗ്രാമപഞ്ചായത്തുകളിൽ 37 LDF, 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 6 LDF, ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുന്നു. 4 നഗരസഭയിൽ 2 നഗരസഭയും LDF ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് LDF വലിയ ആത്മവിശ്വാസമാണ്, വലിയ ഇതിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് തുടരാം, വികസന കുതിപ്പ് തുടരാമെന്നാണ്. എന്നാൽ BJPയിലേക്ക് എത്തുമ്പോൾ, NDയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ലഭിച്ച ആകെ നഗരസഭ 12 നഗരസഭയാണ്. 12 നഗരസഭ ഭരണം തുടങ്ങിയപ്പോൾ പോലും തമ്മിലടിയും കലഹവും ചെയർപേഴ്സണും മറ്റ് BJP നേതാക്കളൊക്കെ വിളിച്ച അസഭ്യ വർഷമൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. അപ്പോൾ BJP മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത്തവണ പത്തനംതിട്ടയിൽ നടത്തുന്നത്.